ഓണപ്പരീക്ഷയിലെ ഫിസിക്സ് ചോദ്യപേപ്പറിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ മുഴുവൻ മാറും. നിങ്ങൾക്ക് പണി കിട്ടും. സംസാരിക്കുന്ന JK-യാണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. മക്കളെ, ഞാൻ ഈ ഒരു തമ്പ് കൊടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. ഈ വരുന്ന ഓണപരീക്ഷയിൽ ഫിസിക്സിനകത്തുള്ള ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മൊത്തം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫസ്റ്റ് ചാപ്റ്റർ, ഇപ്പോൾ നമ്മൾ ഫിസിക്സിന് നമുക്ക് 3 ചാപ്റ്ററാണ് വരുന്നത്. ആ ചാപ്റ്ററിൽ ആദ്യത്തെ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നൊരു ചാപ്റ്റർ മുഴുവൻ കൺസെപ്റ്റുകൾ പഠിച്ച ഒരു കുട്ടിക്ക് പോലും ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ആ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ചോദ്യത്തിലേക്ക് നോക്കും. ഞാനിവിടെ ഒരു ചോദ്യം ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്ത് വെക്കാൻ കാരണം, ഇതേപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഈ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇവിടെ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ലംബമായി, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമലായിട്ട് പതിക്കുന്ന ചിത്രം നിരീക്ഷിച്ചതിന് ശേഷം ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അതാണ് ചോദ്യത്തിൻ്റെ ഒരു പാറ്റേൺ ഞാൻ മാറി എന്ന് പറയാൻ കാരണം. ഇവിടെ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മീഡിയം 1ഉം മീഡിയം 2ഉം കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഇങ്ങനെ ലംബമായിട്ട് നോർമലായിട്ട് വരുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ 3-4 പോയിന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ആ പോയിന്റുകൾ ബേസ് ചെയ്തിട്ട് എന്താണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, 2, 3, 4 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. 3, 4 എന്നീ പ്രസ്താവനകൾ മാത്രം ശരിയാണ്. പ്രസ്താവനകൾക്ക് മാത്രം എന്താണ്, പ്രസ്താവന 3 മാത്രം ശരിയാണ്. ഇങ്ങനെയുള്ള ഒരു ചോദ്യം വന്നാൽ മക്കളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ്, ലംബമായി പതിക്കുന്ന ആ ഒരു പ്രകാശം നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഒരു പ്രകാശരശ്മിക്ക് അവിടെ നോ ഡീവിയേഷൻ അല്ലെങ്കിൽ അവിടെ അപവർത്തനം സംഭവിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നോക്കി ഇതേപോലൊരു ചോദ്യം വന്ന വേണ്ടല്ലേ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ഇങ്ങനെ വരുന്നു. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അത് ശരിയാണോ നിങ്ങൾക്ക് അറിയണം. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി 90 ഡിഗ്രി. അടുത്തൊരു പോയിന്റ്, ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 0. അല്ലേ? ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ചേഞ്ച് ഹിയർ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ആൾസോ ചേഞ്ച്. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട് എന്താണ്, ഓൾ ദ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് തന്നിട്ടുണ്ട്. കാരണം ഒൺലി സ്റ്റേറ്റ്മെന്റ് 1, 2, 4 ആർ കറക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒൺലി സ്റ്റേറ്റ്മെന്റ് 3, 4 ആർ കറക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒൺലി സ്റ്റേറ്റ്മെന്റ് 3 ഈസ് കറക്റ്റ്. ഇങ്ങനെ വന്നാൽ മക്കളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റുന്ന ആളുകൾ താഴെ എന്ത് ചെയ്യുക, വീഡിയോ കാണുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം, താഴെ സാർ എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാർ എനിക്ക് കഴിയില്ല. ചില കുട്ടികളൊക്കെ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വളരെ കഠിന പ്രയത്നം എടുത്തിട്ട് എന്താണ് സമയമെടുത്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. പക്ഷെ പരീക്ഷയ്ക്ക് വരുമ്പോൾ മാർക്ക് വളരെ കുറവായിരിക്കും. അങ്ങനത്തെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് മക്കളെ, ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. ഇനി ഇവിടെ വരുന്ന ഓരോ പബ്ലിക് ലൈവുകളും ഓരോ കോണ്ടന്റ് വീഡിയോകളും ഓരോ ഷോർട്ട് വീഡിയോ മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം. കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ആൻസറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈവിൽ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കുറേ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരീക്ഷയ്ക്ക് ഫിസിക്സ് പ്രത്യേകിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് വിഷയങ്ങളെ പോലെ അല്ല, കുറച്ച് ഇച്ചിരി ടഫാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് കഠിന പ്രയത്നം ചെയ്യണം, നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സിൽ ചെയ്യും. ഇപ്പം ഞാൻ ഇതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കാരണം ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും കുട്ടികൾക്ക് സാറേ ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് വിചാരിക്കുന്ന കുട്ടികളാണ്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാത്തിൻ്റെ ആൻസറും ഞാൻ പറഞ്ഞു തരും. ഇവിടെ നോക്കുക, ഒരു മാധ്യമത്തിൽ നിന്ന്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തേക്ക് ലംബമായി പതിക്കുന്നു. ആദ്യത്തെ പോയിന്റ് വെക്കുക, പതനക്കോൺ അപവർത്തന കോണ് തുല്യമായിരിക്കും. ഇവിടെ കോണുണ്ടോ? ഇല്ല. അതായത് 0 ഡിഗ്രി, അതായത് 0 ആംഗിൾ ആണെന്ന് ഓർത്തേക്കുക. 0 കോൺ, പതനക്കോൺ എന്ന് പറഞ്ഞാൽ 0 ആണ്, അപവർത്തനക്കോൺ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ പതനക്കോണും അപവർത്തനക്കോണും തുല്യമായിരിക്കും. കാരണം ഇവിടുത്തെ കോൺ എത്രയാണ്, 0 ആണ് വരുന്നത്. ഇവിടുത്തെ കോൺ എത്ര, 0 വരുന്നു. അതുകൊണ്ട് ഇത് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ശരിയാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കുക, പതനക്കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഒരിക്കലും ഇവിടെ പതനക്കോൺ 90 ഡിഗ്രി അല്ല. നമുക്ക് എപ്പോഴും ഇൻസിഡന്റ് ആംഗിൾ എന്നൊക്കെ പറയുമ്പോൾ നോർമലിനെ ബേസ് ചെയ്തിട്ടാണ് പറയുക. നോർമലിലൂടെ ലൈറ്റ് വന്നാൽ അവിടെ ആംഗിൾ എത്രയാണ്, 0 ഡിഗ്രിയാണ് വരുന്നത്, 0 ഡിഗ്രിയാണ് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, തെറ്റാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റണം. ഇനി മൂന്നാമത്തെ പോയിന്റ് വെക്കുള്ളൂ, എന്താണ് കൊടുത്തിട്ടുള്ളത്, സോറി ഞാൻ 2 എന്നുള്ളത് 3 ആണ് കട്ട് ചെയ്തത് അല്ലേ. രണ്ടാമത്തെ പോയിന്റ് തെറ്റും. മൂന്നാമത്തെ പോയിന്റ്, അപവർത്തന കോൺ 0 ഡിഗ്രി ആയിരിക്കും അല്ലെ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, റിഫ്രാക്ഷൻ ആംഗിൾ, അപവർത്തന കോൺ 0 ഡിഗ്രി ആയിരിക്കും. ഇവിടെ അപവർത്തന കോൺ ഇല്ല. അതിന്റെ അർത്ഥം അവിടെ ആംഗിൾ എന്താണ്, 0 എന്നാണ് അർത്ഥം. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ശരിയാണ്.
ഇനി നാലാമത്തെ പോയിന്റ് എന്താ കൊടുത്തുള്ളത്? ഇവിടെ പതനകോണിൽ മാറ്റം വരുത്തിയാൽ അപവർത്തന കോണും മാറ്റം സംഭവിക്കും. നമുക്കറിയാം അല്ലെ, അതായത് ചെരിഞ്ഞു വന്നാൽ അത് റിഫ്രാക്ഷൻ സംഭവിക്കും, അപവർത്തനം സംഭവിക്കും. അപ്പൊ ആ കോണിൽ മാറ്റം വന്നാൽ അവിടെ അപവർത്തന കോണും മാറ്റം വരും. അതാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്രാക്ഷനിലൊക്കെ അല്ലെ പഠിച്ചിട്ടില്ലേ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അത് പൂർണ്ണാന്തര പ്രതിപതനം, അതിനകത്തൊക്കെ ഓരോ കോണുകൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ വ്യത്യാസം വരുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ ലാസ്റ്റ് പോയിന്റും ശരിയാണ്. അപ്പൊ ഇതിൽ ശരിയായ പോയിന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും 1 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ് അല്ലെ. നാലാമത്തെ പോയിന്റ് ശരിയാണ്. ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് മീഡിയത്തിന് ഞാൻ പറയാം കേട്ടോ. അപ്പോ 1, 3, 4 ശരിയാണ്. അങ്ങനെ ഇവിടെ തന്നിട്ടുണ്ടോ നോക്കണം. ആൻസർ കീയിലേക്ക് നോക്ക്. എന്താണ്? എല്ലാ പ്രസ്താവനയും ശരിയാണ്, അത് പൊട്ടത്തെറ്റാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ കൊടുത്തുള്ളത്? 1, 2, 4 എന്നീ പ്രസ്താവനകൾ മാത്രം ശരിയാണ്. 1 ശരിയാണ്, 2 ശരിയല്ല, 4 ശരിയാണ്. അപ്പോ ഇതും തെറ്റി. നോക്ക്, നിങ്ങൾ തെറ്റിക്കാൻ വരുന്ന ഓരോ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു ചോദ്യം, 3, 4 എന്നീ പ്രസ്താവനകൾ മാത്രം ശരിയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, 3 ശരിയാണ്, 4 ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ എന്തായിട്ട് എടുക്കാം? സി ആയിട്ട് എടുക്കാം. ശരിക്കും നമുക്ക് എന്താ വേണ്ടത്? 1, 3, 4 എന്നീ പ്രസ്താവനകൾ മാത്രം ശരിയാണെന്ന് വരണം. പക്ഷെ ഇവിടെ നമുക്ക് 1 തരാത്തത് കൊണ്ട് 3, 4 എന്നീ പ്രസ്താവനകൾ മാത്രം ശരിയാണ്. പ്രസ്താവന 3 മാത്രം ശരിയാണ്, അങ്ങനെ മാത്രം പറയാൻ പറ്റില്ല. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പരീക്ഷയ്ക്ക് നമുക്ക് ഈ ടൈപ്പുള്ള ചോദ്യമാണ് വരിക. അപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഫസ്റ്റ് കുറെ പോയിന്റുകൾ തന്നിട്ടുള്ള ഒരു പോയിന്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. കാരണം ഇവിടെ 0 ഡിഗ്രി ആയതുകൊണ്ട് ഇൻസിഡന്റ് ആംഗിളും റിഫ്രാക്റ്റ് ആംഗിളും 0 ആണ്. അപ്പൊ ഈക്വൽ ആണെന്ന് ഓർത്തേക്ക്, സെയിം ആണെന്ന് ഓർത്തേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് ശരിയാക്കി എടുക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി 90 ഡിഗ്രി. ഒരിക്കലും 90 ഡിഗ്രി അല്ല, അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. തേർഡ് പോയിന്റ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 0. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഇൻസിഡന്റും എന്താണ്? 0 ആണ്. അപ്പൊ അത് ശരിയാണ്, തേർഡ് പോയിന്റ് ശരി. ഫോർത്ത് പോയിന്റ്, ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ചേഞ്ച്ഡ്, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ഓൾസോ ചേഞ്ച്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുമ്പോൾ ഓൾ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്, അത് തെറ്റാണ്. 1, 2, 4 ശരിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതും തെറ്റാണ്. only 3 and 4, അപ്പോൾ അത് ശരിയാണ്. only 3 and 8 അങ്ങനെ. അപ്പോൾ ഇതിൽ ആൻസർ ഏത് വരും? സി വരും. ഏതാ വരുന്നത്? ആൻസർ സി. അപ്പൊ മക്കൾ, ഈ ഒരു ചാപ്റ്ററിന് ബേസ്, ഈ ഒരു ചാപ്റ്റർ എന്നല്ല, പരീക്ഷയ്ക്ക് നമുക്ക് 3 ചാപ്റ്റർ ആണുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം. രണ്ടാമത്തെ ചാപ്റ്റർ ഇക്വേഷൻ ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ. മൂന്നാമത്തെ ചാപ്റ്ററിന് ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ. ഈ 3 ചാപ്റ്ററിൽ മൂന്നാമത്തെ ചാപ്റ്ററിന് ഒരു പകുതി വരെ വരുള്ളൂ, ഇനേർഷ്യ, ജഡത്വം വരെ വരുള്ളൂ. പക്ഷെ ഈ ഭാഗങ്ങളിലുള്ള ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ ലൈവ് ക്ലാസ്സുകൾ മിസ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു മാസം ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങൾ നിങ്ങളൊന്ന് മക്കളെ അറിഞ്ഞ് കഷ്ടപ്പെട്ടാൽ, കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊപ്പം നിന്നാൽ മതി. ഞങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കേട്ടാൽ മതി, ഞങ്ങൾ എടുക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിരുന്നാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാനിരിക്കുന്ന പരീക്ഷ ഈസിയാക്കി മാറ്റിത്തരും ഞങ്ങൾ. അപ്പോൾ സൈലത്തെ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി ഈ ചാപ്റ്റർ എന്നല്ല, ഏത് ചാപ്റ്റർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടതിന് താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്യുക, സാറേ ഇന്ന ഭാഗം എനിക്ക് ബുദ്ധിമുട്ടാണ്. അതിൻ്റെയൊക്കെ കോണ്ടന്റ് വീഡിയോകൾ ഞങ്ങൾ എന്ത് ചെയ്യും, യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് മാർക്ക് നേടുക, നിങ്ങൾ ഹാപ്പി ആയിരിക്കുക, അതാണ് സൈലത്തിൻ്റെ വിജയം. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള കട്ടുകെട്ട് ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ ലൈവിൽ വരും, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്ത് ചെയ്യും, ഞങ്ങൾ കോണ്ടന്റ് വീഡിയോ ആയിട്ട് ഇടും. അതൊക്കെ നിങ്ങൾ കാണണം. അപ്പോൾ ഈ ഒരു പരീക്ഷ തീരുന്ന വരെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ഷമിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് അടിപൊളിയായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുക. പരീക്ഷയ്ക്ക് എക്സാമൊക്കെ അടിപൊളിയായി മാറട്ടെ. ഞങ്ങളുണ്ട് കൂടെ, ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, താങ്ക് യു.